Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin. Nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. ആദരണീയരായ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, സഹോദരീ സഹോദരന്മാരെ, ഓരോ ദിവസങ്ങളിലും നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏതാനും കൊച്ചു കൊച്ചു ക്ലാസ്സുകളാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത 2-3 ദിവസങ്ങളിലായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിഷ്കളങ്കതയിൽ എന്ന് നിലനിൽക്കുമ്പോൾ ആത്മാർത്ഥത അഥവാ കാപട്യരഹിതമായ പ്രവർത്തനങ്ങൾ, അത് ഭൗതികമായി തന്നെ അതുകൊണ്ട് ചില നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിച്ചേക്കാം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ 4ാമത്തെ കാര്യമായി ഉണർത്താനുള്ളത്, ഒരാളുടെ പ്രവർത്തനങ്ങളും ഒരാളുടെ ആരാധനകളുമൊക്കെ അത് ആത്മാർത്ഥധന്യമാണ് എങ്കിൽ, ഇഖ്ലാസോടുകൂടിയുള്ള നെയ്യത്താണ് എങ്കിൽ, അയാൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടുകയും മനസ്സിന് വിശാലത അനുഭവപ്പെടുകയും മറ്റാർക്കുമില്ലാത്ത രീതിയിലുള്ള സന്തോഷം അയാളുടെ മനസ്സിൽ നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മനുഷ്യരുടെ വിവിധ കാറ്റഗറിയെക്കുറിച്ച് മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചപ്പോൾ, വിലയിരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇഖ്ലാസിന്റെ സത്യസന്ധമായ രീതിയിൽ ഒരാൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ, അള്ളാഹുവിൽ ആത്മാർത്ഥമായി തവക്കുൽ ചെയ്യുകയും ഏതേത് വിഷയങ്ങളിലും റബ്ബിൽ അഭയം തേടുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കുകയും മറ്റ് മനുഷ്യരോട്, മറ്റ് സൃഷ്ടികളോടുള്ള അമിതമായ ബന്ധം അഥവാ മാനസികമായി പടപ്പുകളോട് ബന്ധം സ്ഥാപിക്കാതിരിക്കുകയും ചെയ്താൽ, മാനസികമായി തൻ്റെ റബ്ബുമായി നിരന്തരം ബന്ധപ്പെടുന്ന അവസ്ഥ നിലനിൽക്കുകയാണ് എങ്കിൽ, നിശ്ചയമായും മുകളിൽ ഞാൻ സൂചിപ്പിച്ച ആ ഫലം അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. മറിച്ച് ഒരാൾ ഇദാ തഅല്ലഖ ബിൽ മഖ്ലൂഖീൻ വറജാഹും വതമിയ ഫീഹിം അൻ യജ്ലിബൂ ബിഹി മൻഫഅതൻ ഔ യദ്ഫഉ അൻഹു മദറ, തനിക്കുള്ള എന്തെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറ്റുവാനും തനിക്കെന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടുവാനും സൃഷ്ടികളെയാണ് ഒരാൾ അഭയം തേടുന്നത് എങ്കിൽ, അഭയം പ്രാപിക്കുന്നത് എങ്കിൽ, അവരിലേക്കാണ് അവർ മടങ്ങുന്നത് എങ്കിൽ, നിശ്ചയമായും അവർക്ക് ഒരു നിസ്സാരത, നിന്ദത അവരുടെ മനസ്സിൽ അനുഭവപ്പെടും. ചിലപ്പോൾ ഉദ്ദേശലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചു കൊള്ളണം എന്നില്ല. കിട്ടുമെന്ന് വിചാരിച്ച്, ലഭിച്ചേക്കാമെന്ന് വിചാരിച്ച് സാമ്പത്തികമായി ഒരുപാട് പണം, സമയം അവർ വിനിയോഗിച്ചേക്കാം. എന്നാൽ അവർക്കതൊന്നും തന്നെ ഫലപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാതിരിക്കുന്നുവെങ്കിൽ തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് നേടും എന്ന് വിചാരിച്ച കാര്യങ്ങൾ ലഭിക്കാതിരിക്കും. എങ്ങനെ? ചിലപ്പോൾ ഇമ്മാലി അജ്സിഹിം വ ഇമ്മാലിൻ സിറാഫി ഖുറൂബിഹിം അൻഹു, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് ചെല്ലുന്ന ആളുകൾക്ക് അതിനുള്ള ശക്തിയോ അതിനുള്ള സാഹചര്യങ്ങളോ ഉണ്ടായിക്കൊള്ളണം എന്നില്ല.
ചിലപ്പോൾ അവർ നമ്മൾ ഒരാളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു, റബ്ബല്ലാത്ത മറ്റൊരാളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. അവർ നമ്മളെക്കുറിച്ച് അശ്രദ്ധരാവുകയും ചെയ്തേക്കാം. എന്നാൽ നമ്മുടെ സമയവും അധ്വാനവും പണവും നഷ്ടമായി എന്നതല്ലാതെ നമ്മുടെ മനസ്സുകൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. മറിച്ച് സത്യസന്ധമായ മനസ്ഥിതിയോടുകൂടി ഒരാൾ അള്ളാഹുവിലേക്ക് തിരിയുന്നു. മതമായ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കി ആത്മാർത്ഥധന്യമായി നിഷ്കളങ്കമായി റബ്ബിനോട് സഹായം ഇരക്കുകയും ചെയ്താൽ അയാളുടെ ഉദ്ദേശ്യ കാര്യങ്ങൾ സാക്ഷാത്കരിച്ചേക്കാം. അജാബ ദുആഹു, അയാളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. വഅസാല ദററുഹു, അയാൾക്ക് ഫേസ് ചെയ്യാനിരുന്നത് ഉപദ്രവങ്ങളെ അള്ളാഹു തട്ടിമാറ്റും. വഫതഹ ലഹു അബ്വാബർ റഹ്മ, അയാൾക്ക് കാരുണ്യത്തിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ കിട്ടുമ്പോ മറ്റാർക്കും കിട്ടാത്ത ഒരു ഈമാനികമായ സൗരഭ്യം, മധുരം, ആനന്ദം അയാളുടെ മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക്, അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുക, റബ്ബിൽ നിന്നുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തവക്കുൽ ചെയ്ത് നിരന്തരം ഖൽബ് റബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുക. ഇത് വഹത്തായ ഒരു ആത്മനിർവൃതി ലഭിക്കുവാൻ അത് ഇടവരുന്നു. മറിച്ച് അള്ളാഹു അല്ലാത്തവരിലാണ് നമ്മൾ ഉപദ്രവങ്ങൾ നീങ്ങിപ്പോകാൻ പ്രതീക്ഷയർപ്പിക്കുന്നത്. അതല്ലെങ്കിൽ അള്ളാഹുവില്ലാത്ത മറ്റുള്ള ആളുകളിലൂടെ നമുക്കെന്തെങ്കിലും പ്രയോജനം ലഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നിയ്യത്ത് ആക്കിയാൽ, മനസ്സ് ആ രീതിയിൽ തിരിച്ചു വിട്ടാൽ, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഖൽബുകളെ നിരന്തരം ബന്ധപ്പെടുത്തിയാൽ എപ്പോഴും തന്നെ അവന് ദുഃഖങ്ങളും പ്രയാസങ്ങളും അവനെ അലട്ടിക്കൊണ്ടിരിക്കും. അവന്റെ മനസ്സ് എപ്പോഴും തന്നെ സങ്കുചിതമായി ഇടുസായി അയാൾക്ക് തോന്നുകയും ചെയ്യാം. ഇച്ഛകളിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് സാധിക്കുകയില്ല. അയാൾ സന്തോഷിക്കുന്ന ഒരു കാര്യം അയാൾക്ക് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും അയാൾ സങ്കടത്തിലായിരിക്കും, ദുഃഖത്തിലായിരിക്കും. ഒരു കാര്യം, ആഗ്രഹിച്ചൊരു കാര്യം കിട്ടിയാലും അയാൾ ഇത് നീങ്ങിപ്പോകുമോ എന്ന ഭയത്തിലായിരിക്കും. നേരെ മറിച്ച് അള്ളാഹുവിൽ ഖൽബ് ബന്ധപ്പെടുകയും റബ്ബിലേക്ക് നിരന്തരം അഭയം തേടുകയും അവനുമായി മനസ്സ് ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം താൻ അർഹിച്ച, താൻ ആഗ്രഹിച്ച, താൻ ഉദ്ദേശിച്ച കാര്യം അത് ലഭിച്ചാലും അയാൾക്ക് സന്തോഷം, ലഭിച്ചില്ലെങ്കിലും അയാൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല. റബ്ബിന്റെ പ്രതിഫലത്തിൽ അയാൾ പ്രതീക്ഷ അർപ്പിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഏതേത് സന്ദർഭങ്ങളിലും നാം നമ്മുടെ മനസ്സുകളെ നിരന്തരം റബ്ബുമായി മാത്രം ബന്ധപ്പെടുന്ന ഒരവസ്ഥയുണ്ടാക്കണം. ഏതേത് കാര്യങ്ങൾക്കായിരിക്കട്ടെ അത് ലഭിക്കുവാൻ റബ്ബിനോട് ചോദിക്കുക, റബ്ബിനോട് ആദ്യം അപേക്ഷിക്കുക. പിന്നീട് മറ്റുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യപ്പെടാം. നേരെ മറിച്ച് ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും എനിക്ക് ഇന്നവൻ രക്ഷപ്പെടുത്തി തരും, ഇന്ന ആള് എന്നെ രക്ഷിച്ചേക്കാം, സഹായിച്ചേക്കാം, ഇന്ന വ്യക്തിയുടെ അഭാവമാണ് ഇങ്ങനെ വരാൻ കാരണം എന്നിങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നാം മോചിപ്പിക്കുക. നമുക്ക് നമ്മുടെ ഖൽബുകൾക്ക് ഏതേത് സന്ദർഭങ്ങളിലും തൻ്റെ റബ്ബ് തൻ്റെ കൂടെയുണ്ടെന്നും അവനിലാണ് താൻ അഭയം തേടേണ്ടതെന്നും അവനിലാണ് നാം അഭയം പ്രാപിക്കേണ്ടതെന്നും അവനോട് തൻ്റെ കാര്യങ്ങളൊക്കെ നിരന്തരം പറയണമെന്നും നമ്മുടെ ഖൽബിൽ
ഒരു ചിന്ത അരക്കിട്ടുറപ്പിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു മഹത്തായ നിർവൃതിയും സന്തോഷവും നമുക്ക് നൽകുവാൻ അത് കാരണമാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് നിരന്തരം റബ്ബിനോട്, റബ്ബിൻ്റെ അടുക്കൽ നിന്ന്, റബ്ബിൽ നിന്ന് എല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു സംശുദ്ധമായ ഒരു മനസ്സ് നേടിയെടുക്കണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നിയ്യത്തുകൾ നമ്മൾ നന്നാക്കുക. എല്ലാം റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, റബ്ബിനോട് ചോദിക്കുന്ന, റബ്ബിൽ അഭയം തേടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.